സുരക്ഷിതത്വത്തിൻ്റെ താക്കോൽ. മനുഷ്യനെന്നും ഭയപ്പെടുന്നത് സുരക്ഷിതത്വമില്ലായ്മയാണ്. ഭവനത്തിൻ്റെ വാതിലുകൾ ഉറപ്പിക്കുന്നതും തലമുറകളുടെ നല്ല ഭാവികൾക്ക് വേണ്ടി നെട്ടോട്ടമോടുന്നതും ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ മൂല്യങ്ങളാണ് പലപ്പോഴും ആശങ്കകൾ ഉളവാക്കുന്നത്. ഇങ്ങനെയുള്ള ആശങ്കകളെ അഭിസംബോധനം ചെയ്യുന്ന ഒരു ഭാഗം സങ്കീർത്തനം 147:13 കാണുവാൻ കഴിയും. അവൻ നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് നിന്റെ അകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ക്രിസ്തുവിലൂടെയുള്ള ആഴമേറിയ ആത്മീയ സംരക്ഷണത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. വാതിലുകളുടെ ഓടാമ്പലുകളെ ബലപ്പെടുത്തുക എന്ന പ്രയോഗം കേവലം ഭൗതികമായ സംരക്ഷണമല്ല സൂചിപ്പിക്കുന്നത്. ക്രിസ്തുവാണ് വാതിലെന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് അവൻ്റെ കരുതലിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും ഉള്ളിൽ പ്രവേശിക്കുന്നവർക്ക് പുറത്തു നിന്ന് ഉള്ള ഒരു ശക്തിയും പ്രവേശിച്ച് ആപത്ത് പകർത്തുവാൻ കഴിയത്തില്ല. ദൈവശാസ്ത്രപരമായി പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തമാണ് നമ്മെ നമ്മുടെ കുടുംബത്തെയും സംരക്ഷിക്കുന്നത്. ഇതാണ് ഏറ്റവും ശക്തമായ ഓടാമ്പൽ. പാപത്തിൻ്റെ ശക്തിക്കോ ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾക്കോ നമ്മെ കീഴടക്കുവാൻ കഴിയാത്ത വിധം അവൻ നമ്മെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു. ഈ ഉറപ്പിന് യാതൊരു കുറവും വരുത്തുന്നില്ല എന്ന ആ ഒരു പ്രത്യാശ നമ്മളിൽ ഉളവാകണം. ഈ വാക്യത്തിൻ്റെ അടുത്ത ഭാഗം തലമുറകളുടെ അനുഗ്രഹത്തെക്കുറിച്ചാണ്. ഇന്ന് മാതാപിതാക്കൾ മക്കളുടെ ഭാവിയെക്കുറിച്ച് വളരെയധികം ആശങ്കാകുലരാണ്. ലോകത്തിൻ്റെ വെല്ലുവിളികൾ വർദ്ധിക്കുമ്പോൾ അവരെങ്ങനെ സുരക്ഷിതരായിരിക്കും അല്ലേ? സങ്കീർത്തനം നൽകുന്ന ഒരു ഉപദേശം ഇങ്ങനെയാണ്: നമ്മുടെ മക്കൾക്കുള്ള യഥാർത്ഥ അനുഗ്രഹം ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. അവരുടെ വാതിലുകൾ ക്രിസ്തുവിനാൽ ബലപ്പെടുത്തിയിരിക്കുമ്പോൾ ഭൗതികമായ അനുഗ്രഹങ്ങളെക്കാൾ വലുതായ ആത്മികമായ സുരക്ഷിതത്വം അവർക്ക് ലഭിക്കും. ക്രിസ്തുവിലുള്ള ജീവിതം തിരഞ്ഞെടുത്തവർക്ക് അവരുടെ തലമുറകൾക്ക് ആത്മിക വളർച്ചയും ലൗകിക സുരക്ഷിതത്വത്തെയും ഒരേപോലെ അവർക്ക് ലഭ്യമാകുന്നു. ഈ ബോധ്യം ഒരു ആരാധനയിലേക്ക് നമ്മെ നയിക്കുന്നു. നമ്മുടെ ഭവനങ്ങളിൽ ക്രിസ്തുവിൻ്റെ സംരക്ഷണയിലാണ്. സ്വന്തം ബലത്തിലല്ല, മറിച്ച് ഏറ്റവും വിശ്വസ്തനായ ഒരു ദൈവിക ശക്തിയിലാണ് നാം സുരക്ഷിതരെന്ന് മനസ്സിലാക്കുക. അവ നമ്മുടെ വാതിലുകളെ കാക്കുകയും നമ്മുടെ മക്കൾക്ക് അനുഗ്രഹം നൽകുകയും ചെയ്യും. ഗോഡ് ബ്ലെസ് യു.